നമസ്കാരം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്ധന വിപ്ലവം ആരംഭിച്ചോ? ഒരു തീരുമാനം കൊണ്ട് പെട്രോൾ കമ്പനികളും എണ്ണ കയറ്റുമതി രാജ്യങ്ങളും ആശങ്കയിലായിരിക്കുകയാണ്. അതേസമയം കർഷകർക്ക് ഇത് വലിയ അവസരവുമാണ്. 100% എഥനോൾ ഇന്ധനത്തിന് കേന്ദ്രം അംഗീകാരം നൽകിയതോടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? രാജ്യത്ത് 85% എഥനോൾ ചേർത്ത പെട്രോൾ അവതരിപ്പിച്ചതിന് പിന്നാലെ പൂർണ്ണമായും എഥനോൾ അടങ്ങിയ ഇന്ധനം കൂടി കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. E100 ഇന്ധനത്തെ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ എഥനോളിൽ മാത്രം ഓടുന്ന കാറുകളും ബൈക്കുകളും ഉടൻ നിരത്തിലിറങ്ങും. പെട്രോളിന്റെ ഏറ്റവും ഫലപ്രദമായ ബദലാണ് എഥനോൾ എന്ന് ഇതിനോടകം തെളിഞ്ഞിട്ടുണ്ട്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഈ പ്രഖ്യാപനം രാജ്യത്തെ വാഹന മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് വിലയിരുത്തൽ. E100 വന്നാൽ പെട്രോൾ പൂർണ്ണമായും ഇല്ലാതാകുമോ? ഇപ്പോൾ ഉള്ള കാറുകളിലും ബൈക്കുകളിലും E100 ഉപയോഗിക്കാനാകുമോ? ഇത് ശരിക്കും ഉപഭോക്താക്കൾക്ക് ഗുണകരമാണോ? അതോ മറ്റൊരു പരീക്ഷണം മാത്രമാണോ? ഇന്നത്തെ വീഡിയോയിൽ E100 ഇന്ധനത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായി പരിശോധിക്കുന്നു. എഥനോൾ ഉപയോഗം വ്യാപകമാക്കിയാൽ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവിൽ പ്രതിവർഷം 22 ലക്ഷം കോടി രൂപ ലാഭിക്കാനാകുമെന്ന് ഗഡ്കരി പറഞ്ഞു. 100% എഥനോൾ അടങ്ങിയ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന വാഗണർ ഫ്ലെക്സ് ഫ്യൂവൽ മോഡൽ മാരുതി സുസുക്കി പുറത്തിറക്കിയിട്ടുണ്ട്. ഹീറോയുടെ 2 ബൈക്കുകളും 100% എഥനോളിൽ മാത്രം പ്രവർത്തിക്കാൻ ശേഷിയുള്ളവയാണ്. ഇതേ മാതൃകയിൽ കൂടുതൽ ബൈക്കുകളും സ്കൂട്ടറുകളും ഉടൻ നിരത്തിലെത്തും. അടുത്ത 2 മാസത്തിനുള്ളിൽ ടൊയോട്ട, സുസുക്കി, ഹ്യുണ്ടായി എന്നീ കമ്പനികളും ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ പുറത്തിറക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ നീക്കത്തോടെ രാജ്യത്ത് പെട്രോൾ, ഡീസൽ, CNG, ഹൈബ്രിഡ്, ഹൈഡ്രജൻ, ഇലക്ട്രിക് എന്നിവയ്ക്ക് പുറമെ E100 ഇന്ധനവും വ്യാപകമാകും. നിലവിൽ രാജ്യത്ത് വിൽക്കുന്ന പെട്രോളിൽ 20% എഥനോൾ ചേർത്തിട്ടുണ്ട്. കൂടാതെ 85% എഥനോൾ അടങ്ങിയ E85 പെട്രോൾ പമ്പുകളും രാജ്യത്ത് ആരംഭിച്ചു. 85% എഥനോളും ബാക്കി പെട്രോളും ചേർത്ത ഇന്ധനമായിരിക്കും ഇവിടെ ലഭിക്കുന്നത്. സാധാരണ പെട്രോളിനേക്കാൾ ലിറ്ററിന് 20 രൂപയോളം കുറവാണ് ഇവയ്ക്ക് ഈടാക്കുന്നത്. കൂടാതെ വാഹന നിർമ്മാണ കമ്പനികൾക്ക് ഈ മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനും പരീക്ഷണങ്ങൾ നടത്താനും ഇതോടെ കഴിയും. സാധാരണ ഫോസിൽ എഞ്ചിനുകളിൽ മാറ്റം വരുത്തി E100 ഉപയോഗിക്കാൻ തരത്തിലേക്ക് എത്തിക്കുകയാണ് കമ്പനികൾക്ക് മുമ്പിലുള്ള വെല്ലുവിളി. പെട്രോളിനേക്കാൾ ഈർപ്പം ആഗിരണം ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ എഞ്ചിൻ കാലിബ്രേഷനിലും ഫ്യൂവൽ സംവിധാനങ്ങളിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. പുതിയ നീക്കം കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നും സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നു. എങ്ങനെ നടപ്പിലാകും? അതേസമയം E100ലേക്ക് മാറുന്നത് സർക്കാരിന് മുന്നിൽ വെല്ലുവിളിയാകും. ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. E100 ഇന്ധനത്തിന് വേണ്ടി പ്രത്യേക പമ്പുകൾ സ്ഥാപിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിലവിലെ പമ്പുകളിൽ പ്രത്യേക ഡിസ്പെൻസറുകൾ വേണ്ടിവരും. E85 പെട്രോളിന് വേണ്ടി രാജ്യത്ത് 5000 പമ്പുകൾ ആരംഭിക്കുമെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ E100 സൂക്ഷിക്കാൻ പ്രത്യേക ടാങ്കുകളും മറ്റും ഒരുക്കേണ്ടി വരുമെന്നും വിദഗ്ധർ പറയുന്നു. നേരത്തെ E20 പെട്രോൾ നടപ്പിലാക്കിയപ്പോൾ തന്നെ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. E20 പെട്രോൾ വാഹനങ്ങളുടെ മൈലേജ് കുറയ്ക്കുന്നുവെന്നും അറ്റകുറ്റപ്പണികൾ കൂടുതലാണെന്നുമുള്ള പരാതികൾ ഉയരുകയും ചെയ്തു. രാജ്യം പൂർണ്ണമായും എഥനോളിലേക്ക് മാറുമ്പോൾ ഉപയോക്താക്കൾ എങ്ങനെ സ്വീകരിക്കുമെന്നതും നിർണായകമാണ്. എന്താണ് എഥനോൾ? ആദ്യം എഥനോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കരിമ്പ്, ചോളം, ധാന്യങ്ങൾ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന ഒരു ജൈവ ഇന്ധനമാണ് എഥനോൾ. പെട്രോൾ പോലെ ഭൂമിക്കടിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനമല്ല ഇത്. മറിച്ച് കൃഷിയിലൂടെ ഉത്പാദിപ്പിക്കുന്ന ഒരു പുനരുപയോഗിക്കാവുന്ന ഇന്ധനമാണിത്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സൗഹാർദ്ദ ഇന്ധനമായി എഥനോളിനെ ലോകത്തിലെ പല രാജ്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ബ്രസീൽ പോലുള്ള രാജ്യങ്ങൾ ഇതിനകം തന്നെ വൻതോതിൽ എഥനോൾ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അതേ മാതൃക തന്നെ ഇന്ത്യയിലും വ്യാപിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യയിൽ പെട്രോളിൽ വളരെ ചെറിയ അളവിൽ മാത്രമാണ് എഥനോൾ ചേർത്തിരുന്നത്. ശേഷം സർക്കാർ ഘട്ടം ഘട്ടമായി എഥനോൾ മിശ്രിതത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചു. ഇപ്പോൾ രാജ്യത്ത് ലഭിക്കുന്ന ഭൂരിഭാഗം പെട്രോളിലും 20% എഥനോൾ അടങ്ങിയിട്ടുണ്ട്. ഇതിനെ E20 എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷം E85 എന്ന ആശയം സർക്കാർ മുന്നോട്ട് വെച്ചു. 85% എഥനോളും 15% പെട്രോളും അടങ്ങിയ ഇന്ധനമാണ് E85. ഇപ്പോൾ അതിലും ഒരുപടി മുന്നോട്ട് പോയി 100% എഥനോൾ അടങ്ങിയ E100 ഇന്ധനത്തിനാണ് കേന്ദ്രം അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നാണ്. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ വിദേശ രാജ്യങ്ങൾക്ക് നൽകിയാണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയർന്നാൽ ഇന്ത്യയിലെ പെട്രോൾ, ഡീസൽ വില ഉയരും. ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും. ഈ ആശ്രിതത്വം കുറയ്ക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ.
നിതിൻ ഗഡ്കരിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ എഥനോൾ വ്യാപകമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് വർഷം തോറും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവ് ലാഭിക്കാനാകും. ഇത് രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരത്തിനും വലിയ സഹായകമാകും. E100 പദ്ധതിയുടെ മറ്റൊരു പ്രധാന ലക്ഷ്യം കർഷകരെ സഹായിക്കുക എന്നതാണ്. കരിമ്പ്, ചോളം, മക്കച്ചോളം, അരി തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് എഥനോൾ നിർമ്മിക്കാൻ കഴിയും. ഇതോടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ആവശ്യകത ഉണ്ടാകും. വിലസ്ഥിരത കൈവരിക്കാനും സഹായിക്കും. കൃഷിയെയും വ്യവസായത്തെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന മാതൃകയായി സർക്കാർ ഇതിനെ അവതരിപ്പിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, E100 ഇന്ധനത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതോടെ ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിലും വാഹന മേഖലയിലും ഒരു പുതിയ അധ്യായത്തിനാണ് തുടക്കമാകുന്നത്. പെട്രോളിനും ഡീസലിനും മേലുള്ള ആശ്രിതത്വം കുറയ്ക്കുക, വിദേശ എണ്ണ ഇറക്കുമതി നിയന്ത്രിക്കുക, കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ഈ പദ്ധതിക്ക് പിന്നിൽ. എന്നാൽ E100 യാഥാർത്ഥ്യമാകണമെങ്കിൽ വാഹന നിർമ്മാതാക്കളും ഇന്ധന വിതരണ കമ്പനികളും ഉപഭോക്താക്കളും ഒരുപോലെ തയ്യാറാകേണ്ടതുണ്ട്. പ്രത്യേക പമ്പുകൾ, പുതിയ സാങ്കേതിക വിദ്യകൾ, ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ, ഉപഭോക്താക്കളുടെ വിശ്വാസം ഇതെല്ലാം നിർണായക ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം E100 ഇന്ത്യയുടെ ഭാവിയാണോ അതോ പ്രായോഗിക വെല്ലുവിളികളിൽ കുടുങ്ങിപ്പോകുന്ന മറ്റൊരു വലിയ പദ്ധതിയാണോ? അതിനുള്ള ഉത്തരം വരും വർഷങ്ങളിലാണ് നമുക്ക് വ്യക്തമാക്കുക. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പെട്രോളിന് പകരം എഥനോൾ ഇന്ധനം ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അല്ലെങ്കിൽ ഇതിൽ ഇപ്പോഴും ആശങ്കകളുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.